ആഗ്രഹങ്ങളും ആശകളും ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ച് തരണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ എന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും അറിയാം, നമ്മുടെ മക്കൾക്കും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം ഇനി നിങ്ങൾക്ക് മാത്രമേ അത് അറിയൂ, അത് എല്ലാവരിലേക്കും ആ കാര്യങ്ങൾ രക്ഷപ്പെട്ടിട്ട് അത് സാധിച്ചിട്ട് കാണിച്ചു തരണോ? നിങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ആരോടും പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് സാധിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുന്നുള്ളൂ എങ്കിലും നിങ്ങൾ മനസ്സിൽ തന്നെ വെക്കുക. നിങ്ങളെ കാര്യങ്ങൾ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂവണിയിച്ച് തരും. നിങ്ങളുടെ കാര്യങ്ങൾ ഉടനടി അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ച് തരുന്ന പരീക്ഷിച്ച് നോക്കുക. എല്ലാ ആഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ച് തരും, മുടക്കമില്ലാതെ സാധിപ്പിച്ച് തരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചെറുതും വലുതുമായ കാര്യങ്ങൾ കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ചെറുതും വലുതുമായ കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? സന്തോഷമല്ലേ? സമാധാനമല്ലേ? ഇത് മാത്രമേ എനിക്ക് കേൾക്കണ്ടു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. പിന്നെ വീഡിയോയിൽ ഞാൻ ദുആ ചെയ്യാത്തതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത്തായിപ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്ന വിചാരിച്ചാണ് നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പാക്കുന്നതിനോട് കൂടി തന്നെ ഞാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാണ്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുക്കുന്നത് പോലെ ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്, എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങളും എന്നെ ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളെ സ്നേഹത്തോടുള്ള ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും വീഡിയോകൾ പിന്നെ നല്ല മനസ്സോട് കൂടിയിട്ട് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലേക്കൂടി എഴുതി അറിയിക്കുക. ഞാൻ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരും. ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്, ഈ തിരക്കിൻ്റെ ഇടയിലാണ് നിങ്ങളിലേക്ക് ഓരോ വീഡിയോകൾ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അറിയാത്തവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ പിന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുന്നില്ല. അള്ളാഹു പരിഹരിക്കുമ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കും. കാരണം അത്രയും ഉണ്ട് അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങും നമ്മുടെ ഓരോ ദുആ കേൾക്കുമ്പോൾ, നമ്മുടെ മനസ്സ് പൊട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് പരിഹാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിത്തരും. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായ പവർ, അതിൻ്റേതായ ശക്തി, എത്രമാത്രം വിഷമം ഉണ്ട്, എത്രമാത്രം വേദനാജനകമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. നടക്കുന്നില്ലല്ലോ അല്ലാ, എന്താ ഞാൻ ചെയ്യുക പഠിച്ചവനെ എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സൊരുക്കി ചില സമയത്ത് കരഞ്ഞു പോകും അല്ലേ? നമ്മളെ കൈ ശൂന്യമായിരിക്കും, നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് അള്ളാഹുവിനോട് പറയാം, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് അല്ലാ, എന്നെ വഷളകേടിലാക്കല്ലേ അല്ലാ, എന്നെ മുസീബത്തിലും പ്രയാസത്തിലാക്കല്ലേ അല്ലാ, നാണക്കേടിലാക്കല്ലേ അല്ലാ, എല്ലാവരെ പോലെയും എനിക്ക് ജീവിക്കാനുള്ളൊരു, എൻ്റെ ആഗ്രഹങ്ങൾ നടത്താനുള്ളൊരു സന്ദർഭം നീ എനിക്ക് അനുഗ്രഹിച്ച് തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുമ്പോൾ അള്ളാഹു തട്ടിക്കളയില്ല. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മളെ വാക്കിൽ നിന്നോ നോക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പൊറുക്കലിനെ അള്ളാഹുവിനോട് തേടുക. കാരണം നാളെ പരലോകത്തേക്ക് ഉള്ള കോടതിയിലേക്ക് വെക്കരുത്, ഒന്നും വെക്കാനുള്ള ഇട ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതെ ആരെയും തന്നെ ഒരു വിഷമിപ്പിക്കുക, വേദനിപ്പിക്കുക, തെറ്റ് ചെയ്യുക ഒന്നും നമ്മൾ ചെയ്യൂല. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ, എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിലേക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന അമലുകളാണ്. അതുകൊണ്ട് ആ അമലുകളൊക്കെ തന്നെ വെറുതെ ആകാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് നിസ്സാര കാര്യങ്ങളല്ല. ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒട്ടും തന്നെ നിങ്ങൾ സംസാരിക്കരുത്, ഫോൺ വന്ന് എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിന് പവർ ഉണ്ടാവില്ല, പവർ നഷ്ടപ്പെട്ടു. വീണ്ടും നമ്മൾ സംസാരത്തിന് ശേഷമായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫായ്ദ കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റ അടിക്ക് തന്നെ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, സംസാരിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ ചെയ്യുമ്പോൾ. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസവും തഖ്വയും നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ പരിഹാരം കാണിച്ചു തരും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു തരും. നമ്മൾ സംസാരിച്ചിട്ടും നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടും ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ നടുവിൽ ഇബ്ലീസ് കയറും. ഈ ഇബ്ലീസാണ് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അതിനൊരു സംസാരിക്കാനുള്ള സന്ദർഭം, ഒരു ഫോൺ വരാനുള്ള സന്ദർഭമൊക്കെ ഉണ്ടാക്കുന്നത് ഇബ്ലീസിൻ്റെ നമ്മളെ ഇടങ്ങാറാക്കുന്ന ഒരു ചുറ്റിക്കളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഫാത്തിഹ സൂറത്ത് ഓതുക. 11 തവണ ഫാത്തിഹ സൂറത്ത് ഓതുക. മുത്തുനബിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക 11 തവണ.
അപ്പോൾ പിന്നെ ആ സമയത്തൊന്നും ഇബ്ലീസ് നമ്മൾ ഇടങ്ങാറാക്കൂല. പിന്നെ മനസ്സിൽ നമ്മൾ ആദ്യം തന്നെ ഒളു ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നമുക്കൊരു നിയ്യത്ത് വേണം. ഈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു എന്നെ മുഴുവനിപ്പിക്കണേ അല്ല, ഇതിൻ്റെ നടുക്കൊരു പിന്നെ ഫോൾട്ട് വരാൻ പാടില്ല അല്ല, നടുക്കൊരു തടസ്സമായിട്ടൊന്നും വരാൻ പാടില്ല അല്ല എന്നുള്ള ആ നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമ്മൾ ഒളു ചെയ്യുക. അതിന് ശേഷം നമ്മൾ നമസ്കാരത്തിലേക്ക് ഏർപ്പെടുക. മഗ്‌രിബ് ഇശാൻ്റെ ഉള്ളിലാണ് ഇതും ചെയ്യേണ്ടത്. മഗ്‌രിബ് ഇശാൻ്റെ ഉള്ളിൽ, മഗ്‌രിബ് നമസ്കാരത്തിന് ഇശാ നമസ്കാരത്തിന് ശേഷമല്ല, മഗ്‌രിബ് ഇശാൻ്റെ ഉള്ളിൽ നമ്മൾ ഓതേണ്ടതൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇശാ നമസ്കാരം നമുക്ക് കുറേ സമയം വരെ നമസ്കരിക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമസ്കരിക്കാം. അപ്പോൾ ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ 11 സൂറത്തുൽ ഫാത്തിഹ മുത്തുനബിൻ്റെ പേരിൽ ഓതുക. അതിന് ശേഷം മുത്തുനബിൻ്റെ പേരിൽ 11 സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചെല്ലേണ്ടത് 1111, 4 1 കൂടുമ്പോൾ എന്താകുക 1111, 10 കഴിഞ്ഞാൽ പിന്നെ 1, 1111 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൗണ്ടിലോ അല്ലെങ്കിൽ തസ്ബീഹ് എടുത്തിട്ടോ നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലിത്തീരും ആ ഒരായത്ത്. അതപ്പം ഓതുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പീരീഡ്സ് സമയമാണെങ്കിലും നിങ്ങൾക്ക് ദിക്റായി കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ചെല്ലാട്ടോ, ദിക്റാക്കിയിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ചെല്ലാം. അപ്പോൾ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ സാധിച്ച് കിട്ടാനാണ് നമ്മുടെ പിന്നെ ഇത് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ എത്ര ദിവസമാണെന്ന് വെച്ചാൽ 11 ദിവസം നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങൾ വലിയ കാര്യമായാലോ ചെറിയ കാര്യമായാലോ അത് നമുക്ക് നടക്കാതെ പോകുന്ന കാര്യം എത്ര ചെറിയ കാര്യം വലിയ കാര്യമായിട്ട് മാറും. നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അത് വലിയ കാര്യമായിട്ട് എല്ലാ പ്രോബ്ലം ഉണ്ടായി എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്ന് അതൊരു മുസീബത്തിലായി അത് ചെറിയ നിസ്സാര കാര്യം ഉണ്ടാവും. അതുപോലെ നിങ്ങളെ വലിയ കാര്യങ്ങളായാലും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുന്നത് വെച്ചാൽ ആരോടും പറയാനൊന്നും പാടില്ല, നമ്മൾ അള്ളാഹുവിനോട് മാത്രം. അള്ളാഹു നമ്മളുള്ള സമയമാണ്, ഒതു ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിന് ശേഷം ഒരു 7 സ്വലാത്ത് നമ്മൾ ചെല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചെല്ലുക. ബിസ്മില്ലാഹി 1111 തവണ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ 1111 തവണ ചൊല്ലാൻ വേണ്ടി പറയുന്നത്, ഓതാൻ വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ ദിക്റായിട്ടാണ്. ഈ 1111 തവണ ഈ ഒരു ആയത്ത് ദിക്റായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ചെല്ലുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും വലിയ പരിശുദ്ധമായ ഖുർആനിലുള്ള ആദ്യത്തെ ആയത്താണിതല്ലേ, ആദ്യത്തെ ആയത്താണ്. അപ്പോൾ ഈ ആയത്തിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുക. അഊദ് കഴിഞ്ഞാലുള്ള ആയത്തിനെ ഞാൻ പറയുന്നത് കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ അതിൽ തന്നെ ശൈത്താൻ അങ്ങ് ദൂരെ പോയിക്കോളും. അതുകൊണ്ട് നമ്മൾ ഈ ചൊല്ലലിൻ്റെ ഓത്തിന് ഒന്നും ഒരു മുടക്കും ഒരു ഭംഗി കേടും വരില്ല. അപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഇതിന് ശേഷം നമ്മൾ മുത്തുനബിൻ്റെ പേരിലാണ് നമ്മളിതെല്ലാം ഓതിയത്. അതിന് ശേഷം നമ്മൾ 7 സലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് നമ്മൾ ചൊല്ലി നമ്മൾ അന്നത്തെ ദിവസം അവസാനിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവേ സ്വീകരിച്ച് എത്രയും എളുപ്പത്തിൽ എനിക്ക് ഇതിന് പരിഹാരം കാണിച്ചു തരണേ അല്ലാ. നീ തട്ടിക്കളയല്ല അല്ലാ. അല്ലാഹുവേ, എനിക്കുള്ള കാര്യങ്ങൾ അല്ലാഹുവേ എന്നോടല്ലാതെ മറ്റൊരാളില്ലാഹിനോട് പറയാനില്ല അല്ലാ. അല്ലാഹുവേ, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഏത് സമയത്തും. അതുപോലെ നീ എന്നെ കൈവിടല്ല നാഥ. എൻ്റെ കാര്യങ്ങൾക്ക് നീ എനിക്ക് ഉത്തരം തരണേ അല്ലാ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സ്വീകരിച്ച് സാലിഹായ അമലാക്കി സ്വീകരിച്ച് അല്ലാഹുവേ ഇരു ലോകത്തും എനിക്കിതിൻ്റെ വിജയം തരണേ അല്ലാ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ വെറുതെ ആവൂല. നമുക്ക് ഇവിടെയും നമുക്ക് കാര്യങ്ങൾ സാധിക്കും. നമുക്ക് മഹ്ശറ എന്ന് പറയുന്ന ഒരു ജീവിതമുണ്ട് നമുക്ക്, അവിടെയും ഇത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞ് ബെല്ല് കാണും, ആ കുഞ്ഞ് ബെല്ലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അന്നേരം അതൊന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോ എല്ലാം നിങ്ങളിലേക്ക് കിട്ടും. നിങ്ങളും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ അയച്ചു കൊടുക്കുന്നതോടുകൂടി നിങ്ങളെന്താ ചെയ്തേ, വലിയൊരു പുണ്യകാര്യം നിങ്ങൾ ചെയ്യുന്നത് അല്ലേ.
ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്ത് നമുക്കുള്ള എല്ലാ വിജയങ്ങളും അള്ളാഹു ഒന്നിന് പറയുക ഒന്നായി ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 9000 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 9 ഇരട്ടി കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പല വിധത്തിലും പല ഭാഗത്തുനിന്നും പല കാര്യങ്ങളും പല സമയത്തും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകി തരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഓരോരോ ആളുകൾക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം, നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് നല്ല കാര്യമായോണ്ടാണ്. വേറൊരു മോശമായ കാര്യങ്ങളല്ല, അള്ളാഹുവിൻ്റെ മഹത്തായ ഖുർആനിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ വിജയിക്കുക. നിങ്ങളിലൊരു ചെറിയത് ഞാനും വിജയിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരിലേക്കല്ലേ എത്തിക്കുന്നല്ലേ. അപ്പോൾ അത് എത്തിക്കുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തൂല. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ തരണം ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ പരിഹാരം കാണിച്ചു തരും പെട്ടെന്ന് തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മാസലാം.